നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇനിഷ്യൽ ഫെയ്ത്ത്, പ്രാരംഭ വിശ്വാസം. സുവിശേഷത്തിൽ തന്നെ ആ വിശ്വസിക്കാൻ ആവശ്യമായ ശക്തി ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. അതിനുശേഷം ദൈവം ആഗ്രഹിക്കുന്നത്, ഇന്നലെ നമ്മൾ കണ്ടത്, വിശ്വാസത്തിൽ ഒരു വളർച്ച ഉണ്ടാകണം. ആ വളർച്ച ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴോ പെട്ടെന്നൊരു ദിവസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. ഒരു ജീവിതകാലം കൊണ്ട് അല്പാൽപമായി ഉണ്ടാകുന്ന വളർച്ചയാണ് വിശ്വാസത്തിലുള്ള വളർച്ച. അതാണ് കർത്താവ് കടുകുമണി വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ഇന്നലെ കടുകുമണി വിശ്വാസം എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ വളരുന്ന സമയത്ത് ദൈവം വിശ്വാസത്തെ പരിശോധിക്കും. ദ ഫെയ്ത്ത് വിൽ ബി ടെസ്റ്റഡ്. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 6-7 വാക്യങ്ങൾ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഈ 2 വാക്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നാനാ പരീക്ഷകൾ. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് ഏത് തരത്തിലാണ് എന്ന് നമുക്കറിയില്ല. വ്യത്യസ്തമായ പരിശോധനകളായിരിക്കാം. 2, ആ പരിശോധനകളുടെ വില ഒരു പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ആ പരിശോധനയുടെ വില എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. 2-ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അപ്പൊ ദൈവം തന്റെ മക്കളെ അവരുടെ വിശ്വാസം പരിശോധിക്കും. അവിടെ എഴുതിയിരിക്കുന്നത്, പത്രോസ് നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്തിന്റെ പരിശോധന. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും അത് ദൈവത്തിന്റെ ഒരു പരിശോധനയാണ്. നമ്മൾ ചിലപ്പോൾ കഷ്ടമായിട്ട് കാണാത്ത പല കാര്യങ്ങളുണ്ട്. ഒരു ട്രെയിൻ മിസ്സായി പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്നത്. അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് തന്നെയും, എന്ത് കഷ്ടതയും അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ദ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്. എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ വിശ്വാസത്തിലെ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ദൈവം ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം ജെനുവിനാണോ, യഥാർത്ഥമായ വിശ്വാസമാണോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഒരു ദൈവമുണ്ട്. ആ ദൈവം സർവശക്തനാണ്. ആ ദൈവം സകലതും അറിയുന്നു. ആ ദൈവം സകലത്തെയും അടക്കി വാഴുന്നു. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുക. എന്നാൽ ആ വിശ്വസിക്കുന്നത് ജെനുവിനാണോ എന്നാണ് ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരല്പം തെറ്റിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ദൈവത്തിന്റെ ഈ ടെസ്റ്റ് ഉണ്ടല്ലോ, എന്താണ്? ദൈവത്തിന്റെ സർവാധിപത്യവും ദൈവത്തിന്റെ സർവശക്തിയും ദൈവത്തിന്റെ സ്നേഹവും അതൊക്കെ വിശ്വസിക്കുന്നത് ജെനുവിനാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് ചിന്തിക്കും, കുറച്ചുകൂടി കൂട്ടി ചിന്തിക്കും. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സർവശക്തിയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സർവാധിപത്യവും നമുക്ക് ലാഭമുണ്ടാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവം അത് ഉപയോഗിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കും. അത് എൻ്റെ അഡീഷനാണ്. ഞാൻ അത് കടത്തി വിശ്വസിക്കുന്നതാണ്. വിശ്വാസത്തിന്റെ ടെസ്റ്റ് അതല്ല. വിശ്വാസത്തിന്റെ ടെസ്റ്റ് ദൈവത്തിന്റെ
സർവാധിപത്യവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സ്നേഹവും ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം സർവശക്തനാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യുന്നത് ആ സ്നേഹവും ആ ശക്തിയും ഒക്കെ എനിക്ക് പ്രയോജനത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുമെന്ന് ഞാൻ കൂട്ടി വിശ്വസിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അതുകൂടി കൂട്ടി വിശ്വസിക്കുക. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം ചെയ്യുന്നതിലുള്ള വിശ്വാസവും രണ്ടാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം ചെയ്യുന്നതിലുള്ള വിശ്വാസവും രണ്ടാണ്. ചില ആളുകള് ഒരല്പം കൂടി കടത്തി പറഞ്ഞാൽ നല്ല പങ്ക് വിശ്വാസികളും ദൈവത്തെ അറിയുന്നത് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. ഒരു പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ വരുവാൻ മുഖാന്തരമായി ദൈവം ചില പ്രവൃത്തികൾ ചെയ്തു, ആ പ്രവൃത്തികളിലൂടെ നാം ദൈവത്തെ അറിയുമായിരിക്കാം. എന്നാൽ ആ പ്രാരംഭ വിശ്വാസം കഴിയുമ്പോൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. രക്ഷിക്കപ്പെട്ട സമയത്ത് നാം ദൈവത്തെ അറിഞ്ഞത് ദൈവത്തിന്റെ പ്രവൃത്തികളിലൂടെയാണെങ്കിൽ, ദൈവം എന്നെ സൗഖ്യമാക്കി, അപ്പോ ഞാൻ ദൈവത്തെ അറിയുന്നത് സൗഖ്യമാക്കുന്ന ദൈവം. പിന്നെ അതിന് മാറ്റമുണ്ടാകുന്നില്ല. ദൈവം സൗഖ്യമാക്കിയെങ്കിൽ മാത്രമേ പിന്നെ ദൈവത്തെ ഞാൻ അറിയൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 48 യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രാരംഭ സമയത്ത് അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല, അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും യേശു ചിലരുടെ വിശ്വാസം കണ്ടിട്ട് ഇത് വലിയ വിശ്വാസം എന്ന് പറഞ്ഞത്. അതായത് അവർക്ക് സൗഖ്യം കിട്ടിയതും അവർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചുമൊക്കെ കാര്യമാണ്. എങ്കിൽ പോലും അത് പറയാനുള്ള കാരണം അവര് അവിശ്വാസികളാണ്. ശതാധിപന്റെ വിശ്വാസം കണ്ടു, ഒരിക്കൽ ഒരു ഫൊയ്നീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം കണ്ടു. അവിടെയൊക്കെ കർത്താവ് അത്ഭുതപ്പെടുകയാണ്. അതിന്റെ കാരണം അവരൊക്കെ അവിശ്വാസികളാണ്. അപ്പോ അവർ ആ പ്രാരംഭ സമയത്ത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ജീവിതത്തിൽ പിന്നീട് വിശ്വസിക്കാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു വഴിയല്ല. എന്നാൽ നമ്മിൽ പലരും പിന്നെയും വിശ്വാസത്തിൽ വളരുന്ന, വിശ്വാസം അറിയുന്നത് അത്ഭുതങ്ങളിൽ കൂടെയും അടയാളങ്ങളിൽ കൂടെയുമാണ്. എന്നാൽ നമ്മൾ എങ്ങനെയാ ദൈവത്തെ അറിയേണ്ടത്? ദൈവത്തെ അറിയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു, ഒരുപക്ഷെ ചിലർ രക്ഷിക്കപ്പെട്ടത് അതിലൂടെ ആയിരിക്കും. എന്നാൽ ഞാൻ അങ്ങനെയല്ല. കാരണം ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ ചെറിയ പ്രായം മുതൽ സുവിശേഷം കേൾക്കുന്നു, ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നു. അപ്പൊ എനിക്ക് ഒരു പക്ഷെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണേണ്ടി വന്നില്ലായിരിക്കാം. എന്നാൽ യേശുവിനെ കുറിച്ച് ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരിക്കാം. അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ അറിയേണ്ടത് ദൈവത്തെ നേരിട്ടറിയുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളിലൂടെ അല്ല. ദൈവവുമായിട്ട് ഞാൻ വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളല്ല നമ്മൾ ആദ്യം കണ്ടു. ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിന്റെ ഈ കഴിവുകൾ അത് എനിക്ക് ലാഭത്തിനു വേണ്ടി, എൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തിന് ഒരപകടമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ വിശ്വാസം എന്താണ്? ദൈവം സർവശക്തനാണ്, അതുകൊണ്ട് എൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചു തരും. ദൈവം സർവജ്ഞാനിയാണ്, അതുകൊണ്ട് ദൈവം എനിക്ക് ആ കാര്യം പറഞ്ഞു തരും. ഇതാണ് നമ്മൾ പലപ്പോഴും വിശ്വാസമായി കാണുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം, എല്ലാ വിശ്വാസികൾക്കും, ഇപ്പോ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിശ്വാസികളാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്,
സൗഖ്യമാക്കുന്നവനാണ്. എല്ലാവരെ സംബന്ധിച്ചും അത് ശരിയാണ്. എന്നാൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാവരെ സംബന്ധിച്ചും ഒരുപോലെയല്ല. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ. ആദ്യത്തേത് ദൈവത്തിലുള്ള വിശ്വാസം. അതെല്ലാവർക്കും ഒരുപോലെയാണ്. ആഫ്രിക്കക്കാരനായാലും അമേരിക്കക്കാരനായാലും ഇന്ത്യക്കാരനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും എല്ലാവർക്കും ഒരുപോലെയാണ്. ദൈവം സർവശക്തൻ, അതെല്ലാവർക്കും ഒരുപോലെയാണ്. ദൈവം സർവവ്യാപി, എല്ലാവർക്കും ഒരുപോലെയാണ്. ദൈവം സർവജ്ഞാനി, അതെല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പൊ നമ്മള് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും ദൈവം ഒരുപോലെയല്ല ചെയ്യുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വികലമാകും. പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. കാഴ്ചയില്ലാത്ത കുറച്ചു പേര് ആനയെ കാണാൻ പോയി. അപ്പൊ അവര് തൊട്ടു നോക്കിയിട്ട് ആന എങ്ങനെയാണെന്ന് പറയുകയാണ്. ആനയുടെ കാലിൽ തൊട്ടിട്ട് ഒരാൾ പറഞ്ഞു ആന തൂണ് പോലെയാണ്. ആനയുടെ തുമ്പിക്കൈ തൊട്ട ഒരാൾ പറഞ്ഞു ആന കുഴല് പോലെയാണ്. ആനയുടെ വാലിൽ തൊട്ട ഒരാൾ പറഞ്ഞു ആന ചൂല് പോലെയാണ്. ആനയുടെ ചെവിയിൽ തൊട്ട ഒരാൾ പറഞ്ഞു ആന മുറം പോലെയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, പ്രശ്നം നമുക്ക് ദൈവം ഇതുപോലെ ആയിരിക്കും, ഓരോരോ പീസുകളാണ്. പിന്നെ ഇപ്പൊ ദൈവം സൗഖ്യമാക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് പിന്നെ അത് മാത്രമേ ഉള്ളൂ. സൗഖ്യമാക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ. ഇന്ന് ഈ ഫെയ്ത്ത് ടീച്ചേഴ്സിന്റെ പഠിപ്പിക്കലുകളൊക്കെ അതുപോലെയാണ്. കൺവെൻഷൻ സ്റ്റേജുകളിൽ നമ്മൾ കേൾക്കുന്നത് അതൊക്കെയാണ്. തങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന ചില കാര്യങ്ങളെ മാത്രം ഉയർത്തി കാണിക്കുക, അതാണ് ദൈവം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ ക്യാരക്ടർ എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ ദൈവം ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. പത്രോസിനെ കർത്താവ് ജയിലിൽ നിന്ന് വിടുവിക്കുന്നു. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവം ആരെ ജയിലിൽ പിടിച്ചിട്ടാലും, യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചതിന് ആരെ ജയിലിൽ പിടിച്ചിട്ടാലും ദൈവം ജയിലിൽ നിന്ന് വിടുവിക്കും, ദൈവം വിടുവിക്കും, ദൈവം വിടുവിക്കും, ദൈവം വിടുവിക്കും. അപ്പൊ പത്രോസിനെ ദൈവം ജയിലിൽ നിന്ന് വിടുവിച്ചു. പക്ഷെ യാക്കോബിനെ വിടുവിച്ചില്ല. യാക്കോബിനെ തലവെട്ടിക്കൊന്നു. അപ്പൊ എന്റെ പ്രസംഗം എങ്ങനെ ശരിയാകും? എന്താ എന്നെ വിടുവിക്കാതെ? ദൈവത്തിന്റെ പദ്ധതിയിൽ എന്നെ വിടുവിക്കാനില്ല. പത്രോസിനെ വിടുവിച്ചു, യാക്കോബിനെ വിടുവിച്ചില്ല. പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി, എന്നാൽ തിമത്തിയോസിനെ സൗഖ്യമാക്കിയില്ല. പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അതൊന്ന് എടുക്കാം. 1 തിമത്തിയോസ് 5:23. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഇത് ഒരു ഡോക്ടറോട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മരുന്ന് തരും. അന്നത്തെ കാലത്ത് ഡോക്ടറും മരുന്നൊന്നും കോമൺ അല്ലാത്തതുകൊണ്ട് പൗലോസ് അവനോട് പറയുകയാണ്, നിനക്ക് അജീർണതയുണ്ടല്ലോ, നിന്റെ ദഹനക്കേടുണ്ടല്ലോ, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം ഉണ്ടാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു മരുന്നായിട്ട് അല്പം വീഞ്ഞ് നീ കുടിച്ചോ. പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. അതേ ദൈവത്തിന് തിമത്തിയോസിനെ സൗഖ്യമാക്കാം. പൗലോസ് തന്നെ യേശുവിന്റെ നാമത്തിൽ എത്ര പേരെ സൗഖ്യമാക്കി? പക്ഷെ തിമത്തിയോസിനെ സൗഖ്യമാക്കിയില്ല. മരിച്ച ലാസറിനെ കർത്താവ് ഉയിർപ്പിക്കുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകനെ കർത്താവ് ഉയിർപ്പിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 3:17. ലവോദിക്യ സഭ ഒരു ധനിക സഭയായിരുന്നു. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. എന്നാൽ സ്മിർന സഭ അങ്ങനെയല്ല. 2:9. അതൊരു ദരിദ്ര സഭയാണ്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. ആ സഭ
കഷ്ടതയും ദാരിദ്ര്യമുള്ള സഭയാണ് സ്മിർന സഭ. ദൈവം പ്രവർത്തിക്കുന്നത് എല്ലാവരോടും ഒരുപോലെയല്ല. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ചതി, ഒരു അപകടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി അത് വേറൊരാൾക്ക് ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവം വെളിപ്പെടുത്തി തന്ന വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടല്ലോ, റീസണിങ്, നിരൂപണം, ചിന്ത. ഞാൻ കയറി അങ്ങോട്ട് ചിന്തിക്കുക. എനിക്കറിയാം അനേക വിശ്വാസികൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് കണ്ടിട്ട് അവര് നിരൂപിച്ചിട്ട് അവർക്കത് സംഭവിക്കാതെ വന്നപ്പോൾ അവർ നിരാശരും കോപിഷ്ഠരുമായത് എനിക്ക് പലരെ അറിയാം. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസറായി. അപ്പോ എല്ലാ കള്ള പ്രവാചകന്മാരും കൂടി അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു കാണും, നിന്റെ ഭാര്യ ജീവിക്കും, നിന്റെ ഭാര്യ നീയും കൂടെ ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്ന ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞു കാണും. ഇദ്ദേഹം അത് വിശ്വസിച്ചു. അവസാനം ആ ഭാര്യ മരിച്ചു. മരിച്ച സമയത്ത് ആ വ്യക്തി കാണിച്ചത് പലരും പിന്മാറിപ്പോകും. അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് വിളിക്കുന്നത്. എന്താണ്? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാനൊന്നും കൂടെ ആഡ് ചെയ്യും, എൻ്റെ ചിന്തകൾ, മൈ തിങ്കിങ്. ഒരു പക്ഷേ എന്നെ ദൈവം ഒരു ദാരിദ്ര്യത്തിലുള്ള ജീവിതം നയിക്കാനാണ് ദൈവം ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ അത് നയിച്ച് എൻ്റെ ജീവൻ തീർക്കണം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സ്റ്റേജുകളിൽ കേൾക്കുന്ന കള്ള പ്രവചനങ്ങളും കള്ള ഉപദേശങ്ങളും നിങ്ങൾ വിഡ്ഢികളാകരുത്, വഞ്ചിതരാകരുത്. എന്റെ ജീവിതം അങ്ങനെ തുടരാനാണ് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നെ അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്, അങ്ങനെ തുടരട്ടെ. ഒരാൾക്ക് ദൈവം സമ്പത്ത് കൊടുത്തുണ്ടെങ്കിൽ അങ്ങനെ അയാൾ ജീവിക്കട്ടെ. നമ്മളിത് കണ്ടല്ലോ. ഒരു പക്ഷെ എന്നെ ജയിലിൽ നിന്ന് വിടുവിക്കും, വേറെ ആളെ ജയിലിൽ നിന്ന് വിടുവിക്കണമെന്നില്ല. എല്ലാവർക്കും ദൈവം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, ഒരു അതിർത്തി വെച്ചിട്ടുണ്ട്. ആ അതിർത്തിയിൽ നിലനിൽക്കാൻ നമുക്ക് വിശ്വാസം വേണം. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് ഈ ബൗണ്ടറി പൊട്ടിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. നിന്റെ അവസ്ഥയിൽ നിന്ന് നിന്നെ വിടിപ്പിക്കുന്നവനായ ദൈവം. നമ്മൾ അതിന് ബസ് കയറിയൊക്കെ പോവാണ് കേൾക്കാൻ വേണ്ടി. നമ്മൾ ഇന്നലെ കണ്ടല്ലോ. എന്നിട്ട് ആ ബൗണ്ടറി പൊട്ടിച്ചിട്ട് എന്ത് സംഭവിച്ചു? വിശ്വാസം എന്ന് നമ്മൾ വിളിക്കുന്നതിൽ വളരുന്നുണ്ട്, പക്ഷെ ആത്മാവിന്റെ ഫലങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ദ്രവ്യാഗ്രഹം വർദ്ധിക്കുന്നു, സ്വാർത്ഥത വർദ്ധിക്കുന്നു, കോപം വർദ്ധിക്കുന്നു. ഒരു ആത്മാവിന്റെ ഫലങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകുന്നില്ല. നമ്മള് കർത്താവിന്റെയും അപ്പോസ്തലന്മാരുടെയും ജീവിതത്തിൽ അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറിയെ പൊട്ടിക്കുന്ന ഒരു വിശ്വാസമല്ല കാണുന്നത്. ആ ബൗണ്ടറിയുടെ അകത്ത് ആയിരിക്കുന്ന വിശ്വാസമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആ ബൗണ്ടറിയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവാം. ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറി അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു അതിർത്തി, ബൗണ്ടറി ഓഫ് ടൈം, സമയത്തിന്റെ അതിർത്തി അല്ലെങ്കിൽ സമയത്തിന്റെ ആ പരിമിതി. പരിമിതി എന്ന് പറയാൻ പറ്റത്തില്ല, അതിർത്തി എന്ന വാക്ക് തന്നെ നല്ലത്. നിങ്ങളുടെയും എന്റെയും ജീവിതം ദൈവം എഴുതി കഴിഞ്ഞു. ദ ബയോഗ്രഫി ഓഫ് യുവർ ലൈഫ് ഓൾറെഡി ഹാസ് റിട്ടൺ. എഴുതി കഴിഞ്ഞു. ടീച്ചു, ഞാൻ നാളെ മരിക്കണമോ വേണ്ടയോ? ഇതൊക്കെ ദൈവം എഴുതി കഴിഞ്ഞു. ഞാൻ ജനിക്കുന്നതിന് മുൻപേ എഴുതി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അവിചാരിതങ്ങളില്ലാത്തത്. നമ്മുടെ ജീവിതത്തിൽ അവിചാരിതങ്ങളില്ല. എല്ലാം ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ആണ് സംഭവിക്കുന്നത്. എന്റെ സമയം എഴുതി കഴിഞ്ഞു. ഓരോന്നും സംഭവിക്കേണ്ടതിന്റെ സമയം ദൈവം എഴുതി കഴിഞ്ഞു. ദൈവം എനിക്കൊരു അതിര് വെച്ചിട്ടുണ്ട്, സമയത്തിന്റെ അതിര്. ഞാന് 1986 രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെപ്രാളക്കാരനാണ്. ഇന്ന് ഒരുപാട് മാറി, അന്ന് കുറച്ച് വെപ്രാളം കൂടുതലാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഉടനെ എനിക്ക് വടക്കേന്ത്യയിലേക്ക് പോകണം.
പലരും എന്നെ ഉപദേശിച്ചു, കുറച്ച് വെയിറ്റ് ചെയ്യും. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം ഈ വൈക്കോൽ തുറുവിന് തീപിടിക്കുന്നത് പോലെയല്ല, വൈക്കോലിന് തീപിടിക്കുന്ന പോലെയല്ല, പുളിവറക് കത്തുന്നത് പോലെയാണ്. നമുക്കറിയാം, ഈ വൈക്കോൽ തുറുവിന് തീപിടിച്ചാൽ അത് ആളിക്കത്തി പെട്ടെന്ന് കെട്ടടങ്ങും. പക്ഷെ പുളിവറക് അതിങ്ങനെ മണിക്കൂറുകൾ കത്തിക്കൊണ്ടിരിക്കും. അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. വടക്കേന്ത്യയിലേക്ക് ഞാൻ പോയില്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളൊക്കെ ഇപ്പൊ തന്നെ നരകത്തിൽ പോവും. പിന്നെ അവരുടെയൊക്കെ കണക്ക് ദൈവം എന്നോട് ചോദിക്കും. ഞാൻ വെപ്രാളം പിടിച്ച് വടക്കേന്ത്യയിലേക്ക് പോയി. ആ പോയ സ്പീഡിൽ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മടങ്ങി വന്നു. ദൈവത്തിന് ഓരോന്നിനും ഓരോ സമയമുണ്ട്. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം. ദൈവത്തിന്റെ സമയം. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്തിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റൂ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് ബൈബിളിൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു. 30 വയസ്സുവരെയും യേശു കാര്യമായിട്ടൊന്നും ചെയ്തില്ല. 30 വയസ്സുവരെയും നമ്മൾ വായിക്കുന്നത് മാതാപിതാക്കൾക്ക് അടങ്ങിയിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ യേശു കൃത്യമായി ദേവാലയത്തിൽ പോകാറുണ്ട്. എല്ലാ ശനിയാഴ്ചയും ശബത്ത് ദിവസവും ദേവാലയത്തിൽ പോകാറുണ്ട്. അതിനിടയിൽ പോകുന്ന നടത്തില്ല. കാരണം അവിടെ നമ്മൾ വായിക്കുന്നത് പതിവ് പോലെ അവൻ ദേവാലയത്തിൽ പോയിരുന്നു. അവിടെ ന്യായപ്രമാണം വായിച്ച് അത് വ്യാഖ്യാനിക്കും. ഈ ന്യായപ്രമാണത്തിൽ പറയുന്ന ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ്. യേശു തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഓഡിയൻസിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. പറയുന്നത് മുഴുവനും മണ്ടത്തരങ്ങളാണ്, പറയുന്ന മുഴുവൻ തെറ്റാണ്. പക്ഷെ യേശു ഒന്നും മിണ്ടിയില്ല. 30 വർഷം തന്നെ കുറിച്ച് പറയുന്ന തെറ്റുകളെ കേട്ടുകൊണ്ട് യേശു അവിടെ ഇരുന്നു. ഈ ചങ്ങമ്പുഴ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് കഥ ഇങ്ങനെയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ചങ്ങമ്പുഴ MA-ക്ക് എറണാകുളം മഹാരാജാസ് കോളേജ് ചേർന്ന സമയത്ത്, അപ്പോഴേക്ക് അദ്ദേഹം വലിയ പ്രശസ്തനായി. അദ്ദേഹത്തിന്റെ കവിത അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം MA-ക്ക് പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എഴുതിയ കവിത, ആ കവിത തന്നെ അദ്ദേഹത്തിന് പഠിക്കാനുണ്ട്. അപ്പൊ ഈ മലയാളം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, സാറ് പറയും കവി ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോ സാറ് പറഞ്ഞു കവി ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ചങ്ങമ്പുഴ എഴുന്നേറ്റ് പറഞ്ഞു ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല എന്ന്. യേശുവിനെ കുറിച്ച്, മശിയെ കുറിച്ച് അവിടെ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് 30 വയസ്സുവരെയും യേശു ഒന്നും മിണ്ടിയില്ല. എന്താ കാര്യം? പിതാവിന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ദൈവത്തിന്റെ സമയത്തിന്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ എനിക്ക് കർത്താവിലുള്ള വിശ്വാസം വേണം. എന്തുകൊണ്ടാണ് നമ്മൾ അസ്ഥാനത്ത് സംസാരിക്കുന്നതെന്ന് അറിയാമോ? പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അസ്ഥാനത്ത് സംസാരിച്ചത് കൊണ്ടാണ്. കർത്താവിലുള്ള വിശ്വാസമില്ല. കാര്യം നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഞാനത് പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഒരു സർവശക്തനായ ദൈവമുണ്ട്, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന സമയം ഇപ്പോൾ മിണ്ടാനുള്ള സമയമല്ല. എങ്കിൽ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയൂ. ദൈവത്തിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ വാക്കിന്റെ അർത്ഥം ഇതാണ്. ഐ നോ, എനിക്കറിയാം. പക്ഷെ എന്താണ് നിരൂപിക്കുന്നതെന്ന് എനിക്കറിയില്ല. വേണ്ട, ഞാൻ അറിയണ്ട. പക്ഷെ എനിക്കൊരു ധൈര്യമുള്ളത്, ഒരു വിശ്വാസമുള്ളത്, ദൈവം അറിയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ സഭകളെ കുറിച്ച് കർത്താവിനെ പറയുന്ന സമയത്ത് കഷ്ടത അനുഭവിക്കുന്ന സഭയോട് ദൈവം പറഞ്ഞൊരു വാക്യതാണ്, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു. മതി, അത്രയും മതി. വിശ്വാസമുള്ള ഒരുവനെ സംബന്ധിച്ച് അതിന്റെ പരിഹാരങ്ങളോ ഒന്നും അവൻ അറിയണ്ട.
ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഒന്നാമത് ദ ടൈം ഓഫ് ബൗണ്ടറി. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഓരോ സമയം വെച്ചിട്ടുണ്ട്. തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന ആ തീച്ചൂള എന്ന് തീരും എനിക്കറിയില്ല. ഞാൻ തീർക്കാൻ ശ്രമിക്കരുത്. ഞാൻ മല കയറണം എന്നാണ് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ ആ മലയെ ഞാൻ വിശ്വാസത്തിൽ കടലിൽ ചാടിക്കരുത്. ആ മലയിലൂടെ ഞാൻ കയറിയിട്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഇന്നത്തെ ഫെയ്ത്ത് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ മലയോട് നീ ചാടിപ്പോകാൻ പറ. നീ എന്തിനാണ് വല്ലാതെ കഷ്ടപ്പെട്ട് ഈ മല കയറുന്നത്? ദൈവത്തിന്റെ ഹിതം മല കയറണമെന്നാണെങ്കിൽ അത് കയറുന്നതാണ് എനിക്ക് നല്ലത്. ദൈവത്തിന്റെ സമയം, തക്ക സമയം നമ്മൾ വായിക്കുന്നുണ്ട്. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിപ്പിക്കും. തക്ക സമയം, ദ റൈറ്റ് ടൈം. രണ്ടാമത്തേത് ദ ബൗണ്ടറി ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്. മരണത്തിന്റെ ഒരു സമയമുണ്ട്. നമ്മൾ വിശ്വാസികളായി എന്നുള്ളതിന്റെ പല തെളിവുകളിൽ ഒരു തെളിവ് മരണഭയം മാറുന്നതാണ്. പക്ഷെ സങ്കടകരമായ കാര്യം അത് മാറുന്നില്ല. ചില ആളുകൾ പ്രാർത്ഥിക്കാൻ എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നും, കർത്താവേ എന്താ, തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല, രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ ഇത്ര മരണഭയം എന്താ? ഒരു വിശ്വാസി മരിച്ചാൽ ജയിലിലേക്കാണോ പോകുന്നത്? കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള സ്ഥലത്തേക്കാണോ പോകുന്നത്? അല്ല. ഏറ്റവും പ്രത്യാശയുള്ള, ഏറ്റവും മനോഹരമായ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴും മരണഭയം? മരണഭയത്തിന്റെ കാരണം മരിച്ച ആ സ്വർഗത്തിൽ പോകുമെന്ന് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. പോയാ പോയി. ഈ ലോട്ടറിയെ കുറിച്ച് പറയുമല്ലോ, ലോട്ടറി അടിച്ചു. എന്താ നമുക്ക് ഉറപ്പില്ലാത്തത്? ഉറപ്പില്ലാത്തതിന്റെ ഒരു കാരണം, നമ്മൾ ദൈവത്തെ അല്ല അറിയുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ് അറിയുന്നത്. എനിക്ക് ഒരു സഹോദരൻ അമേരിക്കയിൽ നിന്ന് എല്ലാ മാസവും ഒരു 10,000 രൂപ അയച്ചു തരുമെന്ന് ചിന്തിച്ചാൽ മതി. കൃത്യമായിട്ട് എല്ലാ മാസവും ഒരു 10,000 എനിക്ക് അയക്കും. എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ആകെ അറിവ് എല്ലാ മാസവും വരുന്ന ഒരു 10,000 രൂപയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അദ്ദേഹം 10,000 രൂപ അയക്കും. അപ്പൊ ഒരു ദിവസം അദ്ദേഹം നാട്ടിൽ വന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബിജു, ഞാൻ ബിജുവിനെ ഒരു പ്രശ്ന കലുഷിതമായ ഒരു സ്ഥലത്തേക്ക്, ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ബിജുവിനെ ഞാൻ കൊണ്ടുപോകാൻ പോവാം. എനിക്ക് ആകെ അറിയാവുന്ന അദ്ദേഹം അയക്കുന്ന പൈസ മാത്രമാണ്. അദ്ദേഹത്തെ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോടു കൂടെ ആ യുദ്ധസ്ഥലത്തേക്ക് പോകാൻ തയ്യാറാവും? ഇല്ല. കാര്യം എനിക്ക് ആകെ അറിയാവുന്ന പൈസ തരുന്ന ആളെ മാത്രമേ അറിയുള്ളൂ. അയാളെ അറിയില്ല. എന്നാൽ അയാളെ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണെങ്കിൽ, ഇപ്പൊ എന്റെ മകളെ മോളെ ഞാനൊരു സ്ഥലം വരെ കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൾ എന്റെ കൂടെ വരാൻ തയ്യാറാവും. കാര്യം ഇത്രയും വർഷം എന്റെ കൂടെ ജീവിച്ച് എന്നെ അറിയുന്നവളാണ്. എന്തുകൊണ്ടാണ് മരണഭയം മാറാത്തത്? മരണഭയം മാറാത്തത് ദൈവത്തിലല്ല നമ്മുടെ വിശ്വാസം, ദൈവത്തിന്റെ പ്രവൃത്തികളിലാണ്. യേശു ഒരിക്കൽ പറഞ്ഞില്ലേ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ദ ബൗണ്ടറി ഓഫ് ഡെത്ത്. മരണം ഒരു സമയത്ത് സംഭവിക്കും. ആ ഡേറ്റ് എഴുതി കഴിഞ്ഞു. എങ്ങനെയാണ് ബിജു മരിക്കേണ്ടതെന്ന് എഴുതി കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും മരിക്കേണ്ട ഡേറ്റ് എഴുതി കഴിഞ്ഞു. 40ാമത്തെ വയസ്സിലാണോ, 50ാമത്തെ വയസ്സിലാണോ, 60ാമത്തെ വയസ്സിലാണോ, 70ാമത്തെ വയസ്സിലാണോ? പിന്നെ എന്തുകൊണ്ട് നമ്മിൽ നിന്ന് മരണഭയം പോകുന്നില്ല? ലാക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസക്കുറവ്. ബൗണ്ടറി ഓഫ് അൺസർട്ടിനിറ്റി, അനിശ്ചിതത്വത്തിന്റെ ബൗണ്ടറി. നമുക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 50ാം അധ്യായം 10ാമത്തെ വാക്യം, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും
അവന്റെ ദാസന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്? യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തെ ഭയമുണ്ട്, ദൈവത്തിന്റെ വചനം പറയുന്ന അതുപോലെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ. പക്ഷെ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? അവന് പ്രകാശമില്ല. അവന് ഈ പ്രകാശമില്ലാത്ത അന്ധകാരത്തിന്റെ പ്രത്യേകത അനിശ്ചിതത്വമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഹൈദരാബാദില് ബ്ലൈൻഡ് അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് റൂമുണ്ട്, പിച്ച് ഡാർക്ക്, കൂരാക്കൂരി ഇരുട്ട്. ആ മുറിയിലേക്ക് നമ്മളെ കയറ്റിയിട്ട് നമ്മൾ ഏകദേശം 1/4 മണിക്കൂർ പിന്നെ ആ മുറിയിലാണ്. ആ മുറിയിൽ എന്തൊക്കെ ചെയ്യുന്ന അറിയാമോ? ആ മുറിയിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കും. ആ മുറിയിൽ ഒരു ചെറിയ ചായക്കടയുണ്ട്, അവിടെ നമ്മൾ ചായ കുടിക്കും. അതിൻ്റെ ഇടയിൽ അവിടെ ഭിത്തിയിലൊക്കെ ചില ശില്പങ്ങളുണ്ട്, അത് തൊട്ട് നോക്കി നമ്മൾ ആരാണെന്ന് പറയും. എന്തിനാണെന്ന് വെച്ചാൽ കാഴ്ചയില്ലാത്തവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്. അപ്പൊ ഈ ക്രിക്കറ്റ് കളിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ക്രിക്കറ്റ് ബോളിന്റെ ഉള്ളിൽ, അത് ഒരു മെറ്റൽ ബോളാണ്, അതിന്റെ ഉള്ളിൽ ഈ കിലുക്കം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ബോള് വരുന്ന ശബ്ദം നോക്കി വേണം നമ്മൾ അടിക്കാൻ. കാഴ്ചയില്ലാത്തവൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അത് എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് ഈ പരിപാടി. അപ്പൊ ഇവിടെ പറഞ്ഞത്, യഹോവയുടെ ദാസന്റെ വാക്ക് കേൾക്കുകയും യഹോവയെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരുത്തൻ അന്ധകാരത്തിൽ നടന്നാലും എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. നാളെ എന്ത് സംഭവിക്കും? അടുത്ത മാസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും? ഉപവാസവും പ്രാർത്ഥനയും നെഞ്ചത്തടിയുമാണ്. കർത്താവേ, ഇനി ആ ഗവൺമെന്റ് വന്നാൽ ദൈവം ചത്തുപോകും. ദൈവം പേടിച്ച് ഭയപ്പെട്ട് മാളത്തിലൊളിക്കൂ. എവിടെയാണ് നമ്മുടെ ഫെയ്ത്ത്? ദൈവത്തിന് മറ്റൊരു ഗവൺമെന്റിനെ കൊണ്ടുവന്നാൽ മാത്രമാണോ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അവിശ്വാസത്തിനല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരമുള്ള ഗവൺമെന്റ് വരട്ടെ. അനിശ്ചിതത്വം, അൺസർട്ടിനിറ്റി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എത്ര നാൾ ഇങ്ങനെ പോകും? എത്ര നാൾ മുന്നോട്ട് പോകും? പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. അവിടെ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒരുവനെ നിർത്തുന്നത്. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിലാണ് അവന്റെ വിശ്വാസമെങ്കിൽ അവൻ അധികം താമസിക്കാതെ അവന്റെ ശക്തിയിൽ അവനൊരു പരിഹാരം ഉണ്ടാക്കും. യോസേഫ് ഒരു ഭക്തനായ മനുഷ്യനാണ്. ഒരു തെറ്റും ചെയ്യാതെ യോസേഫിനെ പിടിച്ച് ജയിലിലിട്ടു. യോസേഫിന്റെ ജീവിതം ദൈവം എഴുതി കഴിഞ്ഞു. യോസേഫ് എന്നെ പിന്നീട് പറയുന്നുണ്ട്, സഹോദരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളല്ല എന്നെ മിസ്രൈമിലേക്ക് അയച്ചത്, ഈ കഷ്ടതയിൽ നിങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം എന്നെ നേരത്തെ തന്നെ ഇവിടെ അയച്ചതാണ് എന്ന് യോസേഫ് പറയുന്നുണ്ട്. അപ്പൊ യോസേഫ് ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുന്ന യോസേഫ് പാനപാത്രവാഹകനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്താണ്? നീ നിന്റെ സ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോൾ എന്റെ കാര്യം ഒന്ന് ഓർത്ത് രാജാവിനോടൊന്ന് ഉണർത്തിക്കണം. എന്താ ഉണർത്തിക്കേണ്ടത്? ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് വിടുവിക്കണമേ. അവൻ വിടുവിച്ചോ? യോസഫിന്റെ അപേക്ഷ വല്ല പ്രയോജനം ചെയ്തോ? ഒന്നുമില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ മറന്നുപോയി എന്നാണ്. പാനപാത്രവാഹകൻ യോസഫിന്റെ കാര്യം മറന്നുപോയി. പക്ഷെ യോസേഫിനെ വിടുവിക്കേണ്ട സമയത്ത് ദൈവം ഫറവോനൊരു സ്വപ്നം കൊടുത്തു. നമ്മുടെ ദൈവം ആരാ? ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ, ദൈവത്തിന്റെ സമയത്തിൽ ദൈവം ഫറവോനൊരു സ്വപ്നം കൊടുത്തു. ഫറവോനൊരു സ്വപ്നം കൊടുത്തു കഴിഞ്ഞപ്പോൾ പാനപാത്രവാഹനെ കൊണ്ട് ഓർമ്മിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈവം ഇപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നു.
ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ നിർത്തുന്നത്. ബൗണ്ടറി ഓഫ് പ്രൊവിഷൻ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെയല്ല ദൈവം പ്രൊവിഷൻ തരും. നമ്മൾ നേരത്തെ കണ്ടു 2 സഭകൾ. ഒരു സഭ സമ്പത്തുള്ള സഭ, ഒരു സഭ ദാരിദ്ര്യമുള്ള സഭ. ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ബൗണ്ടറി, വരുമാനത്തിന്റെ ബൗണ്ടറിയിൽ ഞാൻ നിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്താണ് ദൈവത്തോട് വിശ്വാസം? ദൈവം എനിക്ക് തന്നിരിക്കുന്ന വരുമാനത്തിൽ ജീവിക്കാൻ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസമല്ല. എന്റെ അയൽവക്കക്കാരൻ ജീവിക്കുന്നത് പോലെ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അതുകൊണ്ട് അയൽക്കാരനുള്ള വരുമാനം ദൈവം എനിക്ക് തരും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതാണ് ഫെയ്ത്ത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം എനിക്ക് തന്നിരിക്കുന്നത് പരിമിതമായ വരുമാനമാണെങ്കിലും ആ പരിമിതിയിൽ ജീവിക്കാൻ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ളതല്ല വിശ്വാസം. എന്റെ ധനികനായ അയൽവക്കക്കാരന്റെ വരുമാനം പോലെ ദൈവം എനിക്ക് വരുമാനം തരും, അയാൾ ജീവിക്കുന്നത് പോലെ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ. അതാണ് ദൈവം ചെയ്യുന്നതിനുള്ള വിശ്വാസം. ചില കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളൊരു ജീവിത രീതി സെറ്റ് ചെയ്യും. എന്താ ജീവിത രീതി? എനിക്കൊരു വീട് വേണം, എനിക്കൊരു കാറ് വേണം, ആ കാർ ഇന്ന കാറായിരിക്കണം, ഒരു ദിവസം ഇന്നിന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, എൻ്റെ മക്കള് ഇന്നിന്ന സ്കൂളിൽ പഠിക്കണം. ഇങ്ങനെ നമ്മളൊരു ജീവിത നിലവാരം സെറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്? അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ ശരിയായിട്ട് പോകൂ, നന്നായി തീരൂ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ആ ലൈഫ് സ്റ്റൈലിൽ, ആ ജീവിത നിലവാരത്തിൽ തുടരാൻ എനിക്കൊരു മാസം 50,000 രൂപ വരണമെങ്കിൽ, 50,000 രൂപ വേണമെങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്, ദൈവം എനിക്ക് 50,000 രൂപ തരും. എന്റെ വിശ്വാസം കൂട്ടാനായി ഞാൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കും. ഫെയ്ത്ത് മീറ്റിംഗ്, ബ്ലെസ്സിംഗ് മീറ്റിംഗ്. എന്നിട്ട് എന്റെ വിശ്വാസം കൂട്ടുക. ദൈവം നമുക്കെല്ലാവർക്കും ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കാനും ദൈവം എന്നോട് ആ കാര്യത്തെക്കുറിച്ച് ശക്തമായി സംസാരിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് എൻ്റെ ലാപ്ടോപ്പ്. വിശ്വാസത്തെക്കുറിച്ച് ദൈവം പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഒന്നാമത്തെ കാര്യം, ലാപ്ടോപ്പ് ഉണ്ടെങ്കിലേ പഠിപ്പിക്കാൻ പറ്റുമെന്നൊന്നുമില്ല, മൊബൈൽ ഫോണിൽ കൂടെയും പഠിപ്പിക്കാം. അപ്പൊ കൃത്യമായിട്ട് ലാപ്ടോപ്പിന്റെ കീപാഡ് കേടായ സമയത്ത് ഞാൻ പോയി ഒരു എക്സ്റ്റേണൽ കീപാഡ് വാങ്ങിച്ചു. അങ്ങനെ എക്സ്റ്റേണൽ കീപാഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ, അപ്പോഴും കുഴപ്പമില്ല. അപ്പൊ അതിന്റെ ഒരു കീ പ്രസ് ആകുന്നില്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട കീ ആണ് A, അത് പ്രസ് ആകുന്നില്ല. സ്തോത്രം. അത് കഴിഞ്ഞ് കുറച്ച് പോയപ്പോ ഞാൻ മൗസ് കൊണ്ടാണ് മൂവിക്കുന്നത്. ശരിയായിട്ട് എനിക്ക് അത്ര ഈ ടച്ച് പാഡിൽ എക്സ്പെർട്ട് അല്ല. എന്റെ മൗസും കേടായി. കർത്താവേ, എനിക്ക് ഒരു ആപ്പിളിന്റെ ലാപ്ടോപ്പും തരണം, എങ്കിൽ മാത്രമേ എനിക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം 1 അല്ല 10 ആപ്പിളിന്റെ ലാപ്ടോപ്പ് തരാൻ കഴിയുന്നവനാണ്. ദൈവം എനിക്ക് വെച്ചിരിക്കുന്നത് ആ കേടായ ലാപ്ടോപ്പ് ആണെങ്കിൽ അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. ഞങ്ങൾ പാസ്റ്റേഴ്സും ടീച്ചേഴ്സിനും പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും പ്രസംഗത്തിന് ക്ഷണിക്കും. അപ്പൊ ഞങ്ങൾ ഒരു 6 പോയിന്റ് അല്ലെ 5 പോയിന്റുള്ള പ്രസംഗം തയ്യാറാക്കി പോകും. 6 പോയിന്റ് പ്രസംഗിക്കണമെങ്കിൽ 1 മണിക്കൂർ വേണം. അപ്പൊ നമ്മളോട് പറഞ്ഞല്ലോ 1 മണിക്കൂർ. എന്നിട്ട് ക്ലാസ് കൃത്യമായിട്ട് പറഞ്ഞു, ക്ലാസ് 5 മണിയാകുമ്പോൾ മൈക്ക് തരും, 6 മണിക്ക് നിർത്തണം. 6 മണിക്കാണ് ഇവിടുന്ന് ബസ്, അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. എന്നിട്ട് പാസ്റ്റർ എന്ത് ചെയ്യും? പാസ്റ്റർ ഉള്ള കഥയൊക്കെ പറഞ്ഞ് 5:30 മൈക്ക് തരും. എന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും, ഞാൻ ഇറിറ്റേറ്റഡ് ആവും. കാരണം 6 പോയിന്റ് പറയണേ. എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആകത്തില്ല. എന്താണ് കാര്യം? ദൈവത്തിന് 5 പോയിന്റ് ഒന്നും വേണ്ട പ്രവർത്തിക്കാൻ. പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അവിടെ കൂടി വന്ന ജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പത്രോസിന്റെ പോയിന്റ് തീർത്തതിന് ശേഷമാണ് പരിശുദ്ധാത്മാവരുടെ മേൽ വന്നത്? അല്ല, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് നമ്മൾ വായിച്ചത്. പോയിന്റ് കംപ്ലീറ്റ് ആക്കിയില്ല. ബൗണ്ടറി ഓഫ് പ്രൊവിഷൻ. ദൈവം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, തന്നില്ലെങ്കിൽ സ്തോത്രം. ഐ നീഡ് ഫെയ്ത്ത്. ആ വിശ്വാസങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ദൈവം ഒരു സമയം വെച്ചിരിക്കുന്നു, ആ സമയം വരെയും കാത്തിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ്. യേശുവിന്റെ ജീവിതത്തിൽ അതായിരുന്നു ടെസ്റ്റ്. 30 വർഷം
അതിനിടയിൽ ഒരുപക്ഷെ യേശുവിനോട് അവർ പറഞ്ഞു കാണുമായിരിക്കാം, യേശുവേ നീ ഇതൊന്ന് പ്രസംഗിക്കാമോ? യേശു പ്രസംഗിച്ചില്ല. കാരണം വേറൊരു ഭാഗത്ത് യേശു പറയുന്നുണ്ട്, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതായത് പിതാവ് കൊടുത്ത സമയം ഇതുവരെ വന്നിട്ടില്ല. മറ്റൊരു ടെസ്റ്റ്, മരണഭയം വരുന്ന ടെസ്റ്റ്. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണ്. ക്യാൻസർ ആണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ദൈവം അറിയാതെ ക്യാൻസർ എന്റെ ജീവിതത്തിൽ വരത്തില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കലുണ്ട്. ക്യാൻസർ കൊണ്ടുവരുന്ന പിശാചാണ്. യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്നാണ്. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. തിമത്യോസിന് രോഗമുണ്ട്. ദൈവം നമ്മെ പണിയാനായി പല കാര്യങ്ങളും കൂടി കടത്തിവിടും. എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. വടക്കേന്ത്യയിൽ കഠിനമായ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പല ദൈവദാസന്മാർക്കും ആസ്മയുടെ പ്രശ്നമുണ്ട്. ആസ്മ. ദൈവം എന്തൊരു മണ്ടനാണ്. ആസ്മയുള്ളവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ആക്കി വെച്ചിരിക്കുക. ആരോഗ്യമുള്ളവരൊക്കെ കേരളത്തിൽ എത്തിയേക്കുക. ദൈവത്തിന്റെ ഭോഷത്വം നമ്മുടെ ജ്ഞാനത്തെക്കാൾ വലുതാണ്. മരണം, ജീവിതത്തിൽ ഒരു മരണത്തിന്റെ അവസ്ഥയിൽ വരുമ്പോൾ അത് എന്റെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യാണ്. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു. മരണം മുമ്പിൽ കാണുകയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീയിലിട്ടു. മരണം മുമ്പിൽ കാണുകയാണ്. അതൊരു ടെസ്റ്റാണ്. അവര് ദൈവത്തെ തള്ളിപ്പറയുമോ ഇല്ലയോ? അവര് തള്ളിപ്പറഞ്ഞില്ല. അവര് പറഞ്ഞു, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എനിക്ക് മരണഭയമില്ല. ഈ നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഭയമുണ്ട്. അതായത് ഇപ്പൊ ഒരു വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും നീന്തി കരയിൽ വരാൻ ശ്രമിക്കും. അത് ദൈവം വെച്ചിരിക്കും. ആ മരണഭയത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഒരു വിശ്വാസിയോട് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ അവൻ കാണിക്കുന്ന വെപ്രാളവും, ഇനി എന്റെ കുഞ്ഞിന്റെ, എന്റെ ഭാര്യയുടെ കാര്യം ആരും നോക്കും. അപ്പൊ അതുവരെ ആരാ നോക്കിയത്? ദൈവമൊന്നുമല്ല, അവൻ തന്നെയാണ് നോക്കിയത്. ബൗണ്ടറി ഓഫ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അടുത്ത ഗവൺമെന്റ് ആരായിരിക്കും അറിയുന്നില്ല. എന്റെ ജോലിയിൽ എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്ന ആ ദേശത്ത് എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല. എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി സഹായിക്കുന്നില്ല. ഞാൻ അനിശ്ചിതത്വത്തിലാണ്. അതൊരു ടെസ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ നീ നിന്റേതായ വഴി കണ്ടെത്തുമോ എന്ന് ഉള്ള അതൊരു ടെസ്റ്റാണ്. ബൗണ്ടറി ഓഫ് പ്രൊവിഷൻ, ദൈവം നമുക്ക് വേണ്ടി തരുന്നതിന്റെ ആ ബൗണ്ടറി. ഞാനിപ്പോ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞു. എനിക്കറിയാം അതൊരു ടെസ്റ്റാണ്. ദൈവത്തിൽ എനിക്ക് എത്ര വിശ്വാസമുണ്ട്. ദൈവത്തിന് ഇപ്പൊ ഞാൻ പറയുന്ന ഈ 1 മണിക്കൂർ മെസ്സേജ് അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എഴുതി ചേർക്കാൻ പറ്റും. എത്രയോ വർഷമായി ഞാൻ പഠിക്കുകയും ഞാൻ ചിന്തിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഏകദേശം 1/2 മണിക്കൂറാണ്, 3/4 മണിക്കൂർ, അത്ര കുറഞ്ഞ സമയമാണ്. പെട്ടെന്ന് അത് മുഴുവൻ എനിക്ക് എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. ഞാൻ ഇതുവരെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനിടയായി തീർന്നു. അപ്പൊ ദൈവം എനിക്ക് പ്രൊവിഷൻ തരുന്നില്ല, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വാസം. പ്രൊവിഷൻ തരുമെന്നുള്ള വിശ്വാസമല്ല, ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്തിട്ട് നിനക്കിഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ടെസ്റ്റ്. എൻ്റെ കാറിന്റെ കീ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് പറയാണ്, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ഓടിച്ചോ, ഇഷ്ടമുള്ള സമയത്തോളം നീ ഓടിച്ചോ. അതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അധികാരം, റൈറ്റ്, നിയന്ത്രണം ആരുടെ കയ്യിലാണ്? യേശുവിനെ നമ്മൾ വിളിക്കുന്ന കർത്താവ് എന്നാണ്. കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണമുള്ള ആള് എന്നാണ് അർത്ഥം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ,
നമ്മുടെ മക്കളെ ഇപ്പോഴും നമുക്ക് യാഗപീഠത്തിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അവർ ഈ കോഴ്സ് പഠിച്ചാൽ മാത്രമേ അവർക്കൊരു ഭാവി ഉണ്ടാകൂ. ആര് പറഞ്ഞു? കൊലോസി ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യപ്രകാരം ഈ കോഴ്സ് പഠിച്ചാലേ അവർക്ക് ഭാവി ഉണ്ടാകൂ. ഇതൊക്കെ ലോകത്തിന്റെ സമ്പ്രദായമാണ്, ലോകത്തിന്റെ ജ്ഞാനമാണ്. ഈ ഭാവി എന്ന് പറയുന്നത് എന്താ? എന്താ ഫ്യൂച്ചർ? ഭൂമിയിലെ ഫ്യൂച്ചർ എന്ന് പറയുന്ന മരണം. നമ്മൾ പറയും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഭാവി തീരുമാനിക്കും നമ്മളാണ്. എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവേ എന്ന് വിളിക്കുന്ന ആ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ മിനിസ്ട്രി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ട ഒരാളായിരിക്കത്തില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, അത് ദൈവം കേൾക്കുക. കാരണം ദൈവം ഒരാൾ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അതുകൊണ്ട് ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഒരു ടെസ്റ്റ് എൻ്റെ ജീവിതത്തിൽ വരുന്നു. എന്താണെന്നറിയാമോ? ഭർത്താവിന്റെ സ്വഭാവം കൂടുതൽ വഷളാകുന്നു. അതൊരു ടെസ്റ്റാണ്. അപ്പോഴേക്കും ഞാൻ ആകെ നിരാശനായി, ഞാൻ പതറുന്നു. ദാറ്റ് ഈസ് എ ടെസ്റ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടും. എന്താ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ദൈവത്തിന്റെ കരത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ അല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റ്.